ഈ ഒരു യാത്രയിലേക്ക് നമ്മൾ ഈ പോകിന് ഓർക്കൂല. കൂടെ കൂടുന്നു, ചർച്ച ചെയ്യുന്നു, വേറൊരാൾ കൂടെ കയറുന്നു, അപ്പം മറ്റേ ആൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അതങ്ങനെ മാറിപ്പോകും. പക്ഷെ എപ്പോഴെങ്കിലും ഇദ്ദേഹം പറയുന്ന കാര്യം ഓർക്കുമ്പോൾ വലിയ വിഷമാവും. അപ്പോൾ ദൈവം ഒരു ഇന്ത്യക്കാരൻ്റെ രൂപത്തിൽ ഒന്നായിരിക്കും. അവിടെ കൊണ്ടുപോയിട്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവട്ടെ. അങ്ങനെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കെല്ലാം പോകുമ്പോൾ കൈ കാലം വരാണ്ടല്ലായി. ഓരോന്ന് ശീലിച്ച് വെച്ച ഒരു താളമുണ്ട് പരസ്പരം. അത് പെട്ടെന്ന് അങ്ങ് നിന്നിട്ടല്ലേ അടുത്തൊന്ന് ഓപ്പൺ ചെയ്യുന്നു. എനിക്ക് സിനിമയും പറയുമ്പോൾ രണ്ടായി തോന്നലേ ഇല്ല. കാരണം ചില സിറ്റുവേഷനൊക്കെ നമ്മൾ സിനിമ പോലും ചില ഇത് ചെയ്യാൻ പറ്റും, വലിയ ഭാഗ്യമാണ്. അതിപ്പം മറിമായത്തിൽ കിട്ടുന്ന അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം അല്ലേ ഇൻട്രസ്റ്റ്. അങ്ങനെ ആയിരിക്കാം നമ്മളവിടെ അങ്ങനെ പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയില്ല, അങ്ങനെ കിട്ടുമ്പോഴേ ഞാനും എന്നെ അംഗീകരിക്കത്തുള്ളൂ. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ദ്രൻസ് ഉണ്ണിരാജ. വെൽക്കം. കുണ്ടലപുരാണമാണ് രണ്ടുപേരും കൂടെ ചെയ്തൊരു സിനിമ അല്ലേ? അതാണ് ഇനി ഇറങ്ങാനുള്ളത്. അപ്പോൾ ഇന്ദ്രൻസ് ഏട്ടാ, എന്താണ് ഇത്തവണ ക്യാരക്ടർ? ഇത്തവണ ഒരു സെക്യൂരിറ്റിക്കാരനാണ്, ഒരു ബാർ ഹോട്ടലിലെ സെക്യൂരിറ്റിക്കാരനാണ്. കാസർഗോഡേക്ക് ചെന്ന് വളരെ നേരത്തെ കാസർഗോഡ് ചെന്ന് ചേർന്ന് അവിടെ ജോലി ചെയ്ത് കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഭയങ്കര സ്നേഹമുള്ള കുറേ മനുഷ്യർ, കുഞ്ഞു സ്വപ്നങ്ങളുള്ളവർ. അവരുടെ കൂട്ടത്തിൽ ഇയാളുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. ഇവരുടെ പറമ്പിലുള്ള ആ പ്രദേശത്ത് വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് ഇവരുടെ വീട്ടിൻ്റെ പറമ്പിലുള്ളത്. അപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് കൂടുകയും ചേരുകയൊക്കെ ചെയ്യും. അതിലൊക്കെ ചെറുതായിട്ട് ചെറിയ വിള്ളൽ വീഴുന്നതാണ്. എന്താ ഉണ്ണിയേട്ടൻ്റെ ക്യാരക്ടർ? എൻ്റെ ഒരു ഓട്ടോ ഡ്രൈവറാണ്, മോളൂസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. മോളൂസ് വെറൈറ്റി പേരാണ്. മെസ്സിയാണ്, കളിക്കാരനും കൂടിയാണ്. ഇന്ദ്രൻസേട്ടൻ്റെ ഒരു സ്വന്തം സഹചാരിയായിട്ട് എപ്പോഴും സുഹൃത്തായിട്ട് ഉണ്ടാവും. എന്താവശ്യത്തിന് ഓടിച്ചാടിപ്പോവും. വീണോട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു സുഹൃത്തായിട്ട്. പിന്നെ അവിടെ ഒരു കിണറ്, ഉറവാറ്റാത്തൊരു കിണർ. വേനൽക്കാലത്ത് വാട വരളില്ല. പാടുന്നാന്ന് എല്ലാവരും വെള്ളം എടുക്കലും കുടിക്കലും നനക്കലും എല്ലാം ആ പരിസരത്താണ്. പാടുന്നുണ്ടാകുന്ന രസകരമായ കുറെ സംഭവങ്ങളാണ് സിനിമയിൽ. അപ്പം നല്ല രസകരമായ വേഷം. അത് പ്രണയമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. കോമഡിയാണോ? തമാശയല്ലേ, രസമായിട്ടില്ലേ, ഒരു നാട്ടിൻപുറത്ത് സാധാരണ. ഇന്ദ്രൻസ് ഏട്ടൻ എങ്ങനെയാ, കോമഡി ഉണ്ടോത്താണോ അതോ സീരിയസ് ആണോ? കോമഡി അല്ല, ഇദ്ദേഹത്തിന്റെ മുഹൂർത്തങ്ങളുണ്ട്, അതിന്റെ കൂടെ ചേരുന്നുണ്ട്. ആണോ? ഇന്ദ്രൻസ് ഏട്ടന്റെ കോമഡികൾ കണ്ടല്ലേ അല്ലേ നമ്മളെല്ലാരും ഒരുപാട് കണ്ട് ചിരിച്ചതല്ലേ? അപ്പൊ എങ്ങനെയാ ഒരു അടുത്തറിയും കൂടിയല്ലേ കൊമേഡി, ഉള്ളിലുള്ള കൊമേഡിയൻ ഇന്ദ്രൻസ് എന്ന കൊമേഡിയൻ എങ്ങനെയാ? ഇന്ദ്രൻസേട്ടന്റെ ഏതോ കാലത്ത് സിനിമ തമാശകള് കണ്ടിട്ട്, പിന്നെ ഇപ്പൊ സീരിയസ് ആയിട്ട് കണ്ടിട്ട് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ തമാശകള് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മള് ഒന്നിച്ച് ഇല്ല കോമ്പിനേഷൻ തമാശകള് അങ്ങോട്ട് ചെയ്യാൻ. ഞാൻ പറയുമ്പോൾ ഇന്ദ്രൻസേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ ഒരു കൗണ്ടർ ഉണ്ടാവുമല്ലോ. സീരിയസ് ആണെങ്കിലും തമാശകളുടെ നർമ്മത്തോടെ സീരിയസും പറയാലോ. കാസർഗോഡ് പഠിച്ചോ? ആണോ? അപ്പൊ ഇതില് സ്ലാങ് ഉപയോഗിക്കുന്നുണ്ട്, പഠിപ്പിച്ചു. ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, എളുപ്പം വഴങ്ങും ആണോ? എല്ലാ കൂടിയാല് എളുപ്പം കിട്ടും. എപ്പോഴും ഇന്ദ്രൻസ് ചേട്ടൻ ഈ പറയുന്ന പോലെ ഒരു എളിമയാണല്ലോ എല്ലാരും എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലർക്കും നമ്മള് എത്ര വലുതായാലും എങ്ങനെയൊക്കെ നമ്മൾ പോയാലും നമ്മൾ അതേപോലെ തന്നെ നിലനിർത്തുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇന്ദ്രൻസ് ചേട്ടൻ അതെന്താ ശരിക്കും? എന്തോ ആൾക്കാരും പടം വിളിച്ചു തരുന്നു, അതുകൊണ്ട് ചാടിപ്പോ നിൽക്കുന്നു. എന്നാലും കാരണം നമുക്ക് കുറച്ചുകൂടെ കാശ് കിട്ടുമ്പോൾ, നമ്മൾ കുറച്ചുകൂടെ വലുതാവുമ്പം അല്ലെ, ആൾക്കാർ കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ, അവാർഡുകൾ കിട്ടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നമുക്ക് സ്വയം ഒരു വലുപ്പം വരൂല്ലേ? അത് തോന്നാറില്ലേ? അല്ല, അതിന്റെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയില്ല. ആണോ? അങ്ങനെ കിട്ടുമ്പോഴേ ഞാനും എന്നെ അംഗീകരിക്കത്തുള്ളൂ. അതെവിടെയാ? ചെറിയ സാമ്പിളാണ് ഇതൊക്കെ. അപ്പൊ ഒരു അങ്ങേയറ്റം എന്താ ആഗ്രഹിക്കണേ? ഗംഭീര ക്യാരക്ടർ വരാൻ പോണതേ ഉള്ളൂ. വരട്ടെ. അതിന്റെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു, അത് വലിയൊരു ബുദ്ധിമുട്ടായത്. അത് ശരിക്കും എന്താന്ന് പറ്റിയേ? അതൊരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുമ്പം സംഭവിച്ചതാണ്. അത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. വണ്ടിയാണ് അത് തിരിച്ചു വീണതാണ്. ഒരു പടം കഴിഞ്ഞിട്ട് 95 ദിവസം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് തിരക്കിനിടയിൽ വേഗം നാട്ടിലേക്ക് എത്തേണ്ട ഒരു ധൃതിയിൽ സാധനമൊക്കെ മേടിച്ചു വെച്ചിട്ട് അതെല്ലാം എടുത്തിട്ട് പോകുമ്പോ ഞാൻ തടഞ്ഞിട്ട് വീഴല് വലിയൊരു വീഴ്ചയായി പോയി. എനിക്ക് കൂടുതലുള്ള പ്രശ്നം ഉണ്ടായി. ഡോക്ടറെ അടുത്ത്
എങ്ങനെ എത്തിപ്പെട്ടു എന്താ പറയേണ്ട, ഒരു ഹിന്ദിക്കാരനെ കണ്ടത് അങ്ങനെ വന്ന്. അപ്പോൾ ദൈവം ഒരു ഹിന്ദിക്കാരൻ്റെ രൂപത്തിൽ വന്നായിരിക്കും. അപ്പോൾ ആളെ കൊണ്ടുപോയോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവട്ടെ. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കെല്ലാം പോകുമ്പോൾ കൈയും കാലം വരാണ്ടല്ലായി. പിന്നെ സ്പൈന് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നത് മെല്ലെ മെല്ലെ. പിന്നെ കഴിയാണ്ട് തന്നെ ഒരു സിനിമക്ക് പോയാണ് ഇതേ ഇന്ദ്രൻ സെട്ടപ്പുരം കൊല്ലത്തേക്ക് വന്നത്. അപ്പൊ നോക്കണം, സൂക്ഷിക്കണം. കനകരാജ്യത്തിലുണ്ടല്ലോ, ശരിയാ. ചേട്ടന്റെ കൂടെ ഉണ്ണിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ അതൊന്നും കഴിയില്ല, കാരണം വീട്ടിൽ ഇതുകൊണ്ട് കാര്യമില്ല. പോയതുകൊണ്ട് ഒന്ന് ബലായി. വീണ്ടും സിനിമയിലേക്കും പരിപാടിയെല്ലാം വന്നതുകൊണ്ട് വീണ്ടും ഇപ്പം ഓക്കെ. അല്ല, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വയ്യായ്ക വരിക എന്ന് പറയുന്നത് അല്ലേ വലിയ ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമില്ല ശരിക്കും. ആ സമയത്തിന് എങ്ങനെയാന്ന് ഓവർകം ചെയ്ത്? അതായത് എന്താ വെച്ചാൽ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാലേ, കലാകാരൻ എന്ന് പറയുന്നത് ഇല്ല സമയത്ത് ഉണ്ടാവും. ഏതൊരു സിനിമയിലും, മറ്റേ ജോക്കർ സിനിമയിൽ ഏറ്റവും ലോഹിദാസിന്റെ പടത്തിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് സംഭവം എനിക്ക് തോന്നിയത്. കാരണം എന്നെപ്പോഴത്തെ ഒന്നുമില്ല, വട്ടപ്പൂജയാണ്, സീറോ ബാലൻസ് എല്ലാം കിടക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ ഇങ്ങനെ പോകാൻ തുടങ്ങിക്കൊണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. എല്ലാ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ മോശമൊന്നുമില്ല. സിനിമയുണ്ട്, മറിമായം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മറിമായാണല്ലോ നമ്മുടെ സ്ഥിരം ഒരു പ്ലാറ്റ്ഫോം. എല്ലാ മാസവും ഒരു 8 ദിവസം ഷൂട്ട് ഉണ്ടാവും. പിന്നെ അത് നമ്മളെ കൂടെ ഇല്ലവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ രീതിയിലും. മനോരമയും നല്ല സപ്പോർട്ടാണ്. അതാണ് കയ്യാണ്ടും അവർ പറഞ്ഞ് വരണം, മുന്നിൽ വന്നോട്ട് വെറുതെ ജസ്റ്റ് നിന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നിന്നിട്ട് മുരിച്ചിട്ടല്ലാമോ പിന്നെ അത് ശരിയായതാണ്. സത്യം പറഞ്ഞാൽ എനക്കൊന്ന് കല എനിക്ക് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ഊർജ്ജം തന്നെയാണ് കല എന്ന് പറയുന്നത്. കാരണം ഞാൻ അത്രമാത്രം അതിനെ സ്നേഹിച്ചിരുന്നു. കലാകാരന്മാരെയും നാട്ടിലെ എല്ലാ കലാകാരും ഇഷ്ടമാണ്. അല്ലെങ്കിൽ നാട്ടിലെ അഭിഭാഷികം, അമ്പല പരിപാടികളെല്ലാം ഓടിച്ചാടി നാടകം കണ്ടു കിടക്കും. അല്ലെങ്കിൽ സ്കൂൾ കലോത്സവം നാടകം പഠിപ്പിക്കാൻ പോകും. എനക്കും ആ യാത്രയിൽ എന്റെ ഒരു ഊർജ്ജം തന്നെയാണ്. അതിനും ഒരു ജോലി കിട്ടിയില്ല ഇത് ഗവൺമെന്റ്, അതുവരെ ഞാൻ മാറ്റി വെച്ചു. ഇതെന്റെ അങ്ങനെയല്ല, നമുക്ക് ഓരോരാൾക്ക് ഓരോ ഇഷ്ടം ഉണ്ടാവില്ല ജീവിതത്തിൽ. അല്ല ഏറ്റവും കൂടുതൽ അങ്ങനല്ല ജോലി മേടിക്കലോ അല്ലെങ്കിൽ വരുന്ന അതന്നെ എന്റെ ഇഷ്ടം ഇതായിരുന്നു. അത് ഞാൻ അതന്നെ ഞാൻ തുടർന്നു പോകുന്നത്. രസേട്ടൻ പറയുന്നത് ഞാൻ വാക്ക് കരുതി ഒരു യാത്രയിൽ ഇനി അങ്ങോട്ടുണ്ടെന്ന്. എൻട്രൻസ് ആയിട്ട് ആ ഉള്ളിൽ ആ കോസ്റ്റ്യൂമർ ഇപ്പോഴും ഉള്ളതുകൊണ്ടേ നമുക്ക് ഓരോ അങ്ങനത്തെ വേഷം പുതിയ പുതിയ സിനിമകൾ വരുമ്പോഴും അതിലെ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും മിനുക്കുപണി നടത്താൻ ഒരു ഫീല് തോന്നോ? ഇല്ല, അതായത് കോസ്റ്റ്യൂമറുടെ സ്വാതന്ത്ര്യത്തിന് ഇവിടെ മൊത്തം അവരുടെ വിടൂല്ലേ? എന്തെങ്കിലും സജഷൻ ചോദിക്കുകയാണെങ്കിൽ പറയുന്നത്, അങ്ങനെ അതിൽ ഇടപെടില്ല. ഇതിന്റെ ഇടയ്ക്ക് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ പഠിക്കാൻ പറ്റില്ല, ചെയ്യണം. എന്നായിരിക്കും പരീക്ഷ? പരീക്ഷ ആ സമയമൊക്കെ കഴിഞ്ഞു, പിന്നെയും വരുന്നു. അപ്പം വേറെ ഇച്ചിരി പടത്തിന്റെ ഒക്കെ ഒരു തിരക്ക് ഒഴിഞ്ഞ സമയത്തിരുന്ന് പഠിച്ച് ചെയ്യണം. 10 എഴുതിയാലും പോരാ, എനിക്ക് 7 കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് പുതിയ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പാഠപുസ്തകം? ചെയ്യുമ്പോഴല്ലേ നമ്മള് ചെറുതാവും. സെറ്റില് പഠിക്കാറുണ്ടോ? സെറ്റില് ഒന്നും പറ്റൂല, അതിനു വേണ്ടി പിന്നെ മാറിയിരിക്കണം. ഇപ്പം നമ്മളെ ആ പണ്ടത്തെ പോലത്തെ ഉത്സാഹവും ഓർമ്മയൊന്നും അത്ര നിൽക്കത്തില്ലല്ലോ. അപ്പോൾ ഇനി പരീക്ഷ അടുത്ത് വരുമ്പോൾ ആരെങ്കിലും ഇരുത്തി മക്കളങ്ങനെ ആരെങ്കിലും ആയാലും കൂട്ടിന് കിട്ടിയാൽ പഠിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടേതാ? ബുദ്ധിമുട്ട് ആണ്, എല്ലാം ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് ഹിന്ദി അറിയില്ല ശരിക്കും, ഇംഗ്ലീഷും ബുദ്ധിമുട്ടാണ്. ബാക്കിയെല്ലാം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അഖിലേഷ് ചേട്ടനല്ലേ, അതാണല്ലോ ആദ്യം എല്ലാവർക്കും ഓർമ്മ. എൻട്രൻസ് ചേട്ടൻ കണ്ടിട്ടില്ലേ അത്? അഖിലേഷ് ചേട്ടനല്ലേ അത്? അമ്മ ഒരിക്കൽ ഒരു ഷോയില് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് ആ ഒരു അല്ലേ, അത് പറഞ്ഞിട്ടുണ്ട്. അന്ന് എങ്ങനെയാ ആ റോളിന് വേണ്ടി കാസ്റ്റ് ചെയ്യണേ? ഒരു യാദൃശ്യമായി സംഭവിച്ചു പോകുന്ന കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ അഖിലേഷ് എന്ന് പറഞ്ഞ കഥാപാത്രം അങ്ങനെ തന്നെ സെലക്ട് ചെയ്തു പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നത്. അങ്ങനെ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ അപൂർവമായിട്ട് കിട്ടുന്ന ചില എന്നെ പോലത്തെ ഒരു കലാകാരൻ. നമ്മൾ സാധാരണ ഇതല്ലേ, അങ്ങനെ കൂടുതൽ സിനിമ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ചില പാൻഡ്രോട് കുഞ്ഞൊപ്പം ടൈലർ രഘു എന്ന് പറയുന്നത് ചെറിയൊരു ക്യാരക്ടറാണ്. അയാളെ കയറ്റി വഹിക്കുന്നത് അന്നൊരു പക്ഷെ അത് അത്രമാത്രം അങ്ങനെ ആളിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന് വിചാരിച്ചിരുന്നില്ല. അതുപോലെ അഖിലേഷ് ചേട്ടനും അങ്ങനെ ആയിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നോട് പിന്നെയാ പറഞ്ഞത്. അപ്പൊ അതുപോലെ അമ്മക്ക് അങ്ങനെ ഒരു പടം മേടിച്ചു കൊടുക്കാൻ പറ്റിയതും അത് ഒരു നിമിത്തം പോലെ സംഭവിച്ചു പോയതാണ്. അമ്മക്ക് വേറെ പണിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പാടം കണ്ടെത്തിയിട്ട് അത് മേടിച്ചു കൊടുത്തു. അപ്പൊ അമ്മേനെ കൂട്ടി കാണിച്ചു കൊടുത്തു, ഇതാ അമ്മ നിങ്ങൾക്കാണ്, ഇനി നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമില്ല സമയത്ത് പണിയുടെ കാലം ഞാൻ നിന്നെ പോറ്റിയത് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അമ്മ സ്ഥിരം വരുന്ന കണ്ടായിരുന്നു, അത് മേടിച്ചു കൊടുത്തു. അതിപ്പോ ഉണ്ട്.
കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ മറ്റേ തൊണ്ടിമുതലും ദൃക്സാക്ഷിയില് രാജേഷ് അമ്പലത്തറ അല്ലെ? കവി രാജേഷ് അമ്പലത്തറ അതെ, ദൃക്സാക്ഷി. അങ്ങനെ കുറച്ച് ഭാഗ്യം പോലെ തന്നെ സിനിമ തേടി പറ്റും. ഇപ്പം ടെലിവിഷൻ രംഗത്ത് മറിമായ സിനിമയും അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ഉണ്ട്. 2022 സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി, മികച്ച കാശിതര. അതെല്ലാം തന്നെ ഭയങ്കര ഊർജ്ജമാണ്. മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യാൻ പറ്റണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾക്ക് സന്തോഷം. എങ്ങനെയാ ഇപ്പൊ സെന്ന ഹെഡ്ഗേന്റെ ആയാലും അല്ലെങ്കിൽ ഇവരെ എന്താ പറയുക രതീഷ് ബാലകൃഷ്ണ പൊതുവാളൊക്കെ ആയാലും അവിടെ നിന്നുള്ള ആളുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു എളുപ്പം വരുന്നുണ്ടോ അവിടെ? കാരണം നമ്മുടെ നാട്ടുകാരാണ് അവർക്കും നമ്മുടെ ഒരു സോൾ അറിയാൻ പറ്റും. എളുപ്പം ഉണ്ടായിരുന്നു ആ കോമഡി ക്യാരക്ടർ? ഈ നാട്ടിൻപുറത്ത് കുറെ കഥാപാത്രങ്ങൾ ഞാൻ കണ്ട്. എന്റെ അപ്പൊ അപ്പുറലെ കൃഷ്ണേട്ടൻ, അപ്പൊ മീൻ മുക്കുന്ന മാധവട്ടി, പിന്നെ അതുപോലെ ബാർബർ ലക്ഷ്മണേട്ടൻ, ഇതെല്ലാം എന്റെ അപ്പുറപ്പുറലിലും ഇല്ല ആൾക്കാരാണ്. ഇപ്പം ഞാനതിൽ പറയുന്ന പല കഥാപാത്രങ്ങൾ എന്റെ നാട്ടിൻ പുറത്തിലെ ആൾക്കാരാണ്. മറിമായത്തൊക്കെ പറയുന്നത് പലപ്പോഴും കാണില്ല. പിന്നെ വെടിക്കെട്ട് വെടിപൊട്ടിക്കുന്ന ലക്ഷ്മണേട്ടൻ എന്നെല്ലാം പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഓൾറെഡി ബാലേട്ടനെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ കുറേ പണിയെടുത്തതാണ്. അപ്പൊ ആടെ എല്ലാം പല വീട്ടിലും പോയി പണിയെടുത്തിട്ട് ഞാൻ പെയിന്റിങ് പണിയെടുക്കുമ്പോൾ ഓരോ വീട്ടിന്റെ പണിയെടുക്കൽ ആടെ തന്നെ നമ്മൾ ചില ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില സിറ്റുവേഷൻ നല്ല മദ്യം കഴിക്കുന്ന ആൾക്കാരുടെ തമാശകൾ ഒക്കെ നമുക്ക് ചിലപ്പം പല സിനിമയിലൊക്കെ ചെയ്യാൻ പറ്റിയില്ല. മറിമായത്തൊക്കെ സ്ഥിരം ചെയ്യുന്നുണ്ട്. നിത്യജീവിതത്തിൽ കണ്ട് നാട്ടും പുറത്ത് ജീവിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഒരു അക്കാഡമിക് ഒന്നും ഇല്ലെങ്കിൽ ഇതെന്റെ അക്കാഡമിക് നാട്ടും പുറത്താണ് അനുഭവങ്ങളാണ്. ഇന്ദ്രൻ ചേട്ടാ കോസ്റ്റ്യൂമർ എന്നുള്ള രീതിയിലേ പത്മരാജൻ സാറിന്റെ എല്ലാ പടങ്ങൾക്കും കോസ്റ്റ്യൂം ചെയ്ത് ഇന്നത്തെ കാലത്തൊക്കെ കോസ്റ്റ്യൂമേഴ്സിനെ നമ്മൾ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്നു, അവര് എത്ര പൈസയായി എന്ന് പറയുന്നു, അങ്ങനെയൊക്കെയാണ്. അന്നത്തെ ഒരു ഓർമ്മയിലൊക്കെ ഇപ്പം ആ വലിയ സിനിമകളുണ്ടല്ലോ, സ്ഫടികം അല്ലെങ്കിൽ പത്മരാജൻ സാറിന്റെ നമുക്ക് പാർക്കാനായാലും അതിനൊക്കെ എത്ര ചെലവായിരുന്നു? ഇപ്പൊ കൃത്യം ഓർമ്മയല്ല, എന്നാലും ഏകദേശം അന്ന് എങ്ങനെയായിരുന്നു എന്റെ ഒരു അങ്ങനെ പറയാനൊന്നും ഓർക്കുന്നു. അങ്ങനെ വലിയൊരു അന്നത്തെ കണക്കിന് ചിലവുള്ള പടങ്ങളായി ആണ്. കോസ്റ്റ്യൂമിനും ഇന്നത്തെ പോലെ തന്നെ വലിയൊരു എമൗണ്ട് മാറ്റി വെക്കുമായിരുന്നു അല്ലെ? അതില് ശാരിയുടെ പല പല ഭംഗിയുള്ള ഡ്രസ്സുകളുണ്ട്. പിന്നെ മറ്റേതിലാണെങ്കിൽ സുമലതയുടെ അതുപോലെ തന്നെ തുമാരത്തുമ്പികളിൽ അല്ലെ, അതിന്റെയൊക്കെ കോസ്റ്റ്യൂം പത്മരാജൻ സാർ തന്നെ പറഞ്ഞു തരുമായിരുന്നു ഇവരെങ്ങനെ. അത് എല്ലാ ഡയറക്ടറും അവരവരുടെ ഒരു പാറ്റേൺ ഉണ്ടാവും, പറഞ്ഞു തരും. ഇത് സാറും കുറച്ചുകൂടെ കളറിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണ്. ഈ ഒരു ഓർക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എന്തായിരിക്കും? നമ്മുടെ ഒരു കൈപ്പണി വന്നിട്ടുള്ള അത് എല്ലാ ക്യാരക്ടറിനെയും നമുക്ക് അങ്ങനെ തന്നെ. കാരണം ഒരു കഥാപാത്രങ്ങൾ പാവമല്ലേ, അവര് ആ കഥാപാത്രത്തിന് യോജിക്കുന്ന ക്യാരക്ടർ ഡ്രസ്സല്ലേ ഡയറക്ടർ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ എല്ലാ കഥാപാത്രത്തിനെയും നമുക്ക് ഒരു നീതി എന്ന മട്ടിൽ ഒരേപോലെ കൊടുക്കാനും പറ്റത്തില്ല. കുറച്ചുള്ള കഥാപാത്രം കൂടുതൽ അതങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഈ ഹോമിലെ ഒലിവർ ട്വിസ്റ്റിനെ ചെയ്ത സമയത്തെ അയാളും ഒരു സാധാരണക്കാരനായ ആ ഏജിലുള്ള ഒരാളെ റെപ്രസെന്റ് ചെയ്യാണല്ലോ. അപ്പൊ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇത് ഞാനാണല്ലോ അല്ലെ എനിക്ക് ഇതുണ്ടല്ലോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? ഒത്തിരി ഒത്തിരി സന്ദർഭങ്ങൾ അങ്ങനത്തെ ഉണ്ട്. അതെ, എന്താ എങ്ങനെ ഓർക്കണ? മക്കളുമായിട്ടുള്ള വിഷയങ്ങളിൽ മറ്റ് ഈ ആധുനിക വിഷയങ്ങളിലുള്ള അറിവുകേട് അതൊക്കെ പലപ്പോഴും ആളെ ബാധിക്കുന്നുണ്ട്. മറിമായ എന്നുള്ളൊരു ഷോയെ ഇപ്പൊ സിനിമയിലേക്ക് വരുമ്പോ അത് വേറൊരു മീഡിയം തന്നെയാണല്ലോ. അപ്പൊ എങ്ങനെയത് മറിമായത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ് ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത് മറിമായത്തുനിന്ന് സിനിമയിലേക്ക് വരുമ്പോഴേ? എന്തൊരു ഒരു സിനിമാറ്റിക് തന്നെയാണ് മറിമായം. അതുപോലെ ഒരു വേറെ ആയിട്ട് തോന്നില്ല. നമ്മള് രണ്ട് ക്യാമറയെല്ലാം വെച്ച് സിംഗ് സൗണ്ടിൽ തന്നെ അത് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരെ അതിനോട് ഇഷ്ടപ്പെടുന്നത് തന്നെ. അതായത് വേറൊരു രീതിയിലേക്ക് തോന്നില്ല. പിന്നെ അതിൽ അഭിനയിക്കുന്നതെല്ലാം വലിയ സിനിമക്കാരനല്ലേ, എല്ലാം വലിയ ആർട്ടിസ്റ്റ് അല്ല, ശക്തമായിട്ട് നിലനിൽക്കുന്ന എല്ലാ ഫീൽഡിലും സിനിമയിലും മറിമായത്ത് നിൽക്കുന്ന അവരാണ്. അവരുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ നമ്മൾ പഠനമാണ്. അവര് പല മണികണ്ഠൻ പട്ടാമ്പി, നിയാസ്ക അങ്ങനെ വരുന്ന വലിയ ആർട്ടിസ്റ്റ്. നമുക്കത് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എനിക്കതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെ തോന്നുന്നത്. നമുക്കിപ്പോ അങ്ങനെ വരുമ്പോൾ ഇതൊരു വിസ്മയ ലോകമായിരുന്നു. മറിമായ എന്ന് പറയുമ്പോൾ അവരൊക്കെ നമ്മളെ കൂടെ അവരൊക്കെ ചെറിയ വേഷം നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കി. മണിയേട്ടനെല്ലാം അഭിനയിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, നിയാസ്കായാലും. അപ്പോൾ അത് എനിക്ക് സിനിമയും മറിമായും രണ്ടായി തോന്നലേ ഇല്ല. കാരണം ചില സിറ്റുവേഷനൊക്കെ നമ്മുടെ സിനിമ പോലും ചില ഇത് ചെയ്യാൻ പറ്റും, വലിയ ഭാഗ്യമാണ്. അതിപ്പോ മറിമായത്തിൽ കിട്ടുന്ന അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം അല്ലേ ഇൻട്രസ്റ്റ്. അങ്ങനെ ആയിരിക്കാം നമ്മളവിടെ അങ്ങനെ പറയുന്നത്. വലിയൊരു വ്യത്യാസം തോന്നാറില്ല. ഈ എനക്ക് തോന്നിയിട്ട് അങ്ങനെ രണ്ടും ഒരുപോലെ തോന്നല്. അപ്പൊ നമ്മള്
മറിമായം അത്ര ചെയ്യുമ്പം സിനിമയും മറിമായും എനിക്ക് ഒരുപാട് നേരം തോന്നില്ല. അങ്ങനെ ഒരു രണ്ട് വലിയ സ്പേസ് ആണ് സിനിമ, അല്ലെങ്കിൽ വലിയൊരു യൂണിറ്റും പരിപാടിയും കാര്യമാണ്. അപ്പം മറിമായത്തിന്റെ പുതിയ സിനിമയൊക്കെ ചെയ്തു, അമ്മ അഭിനയിച്ചിട്ടുണ്ട്. മറിമായ ടീം തന്നെയാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ അത് നമുക്ക് അങ്ങനെ തോന്നി. ഇത് വലിയ കുറച്ചും കൂടെ വലിയ രീതി, മറിമായ ചെറിയൊരു സെറ്റപ്പ്, പക്ഷെ ആക്ടിങ് ബാക്കി രീതിയൊക്കെ തന്നെയാണ്. അതിന്റെ ഡയറക്ടറും അങ്ങനെയാണ് മിഥുൻ എന്ന് പറയുന്നത്, അങ്ങനെയാണ് ശീലിച്ചത്. ഇന്ദ്രൻ ചേട്ടന്റെ ഒരു പഴയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരട്ടെ. മന്ത്രമോതിരം ഇതൊക്കെ എങ്ങനെ പഠിച്ചു കാണാതെ? ജോലിക്കിടയിലും നാടകം പഠിക്കുന്നു, ഡയലോഗ് പഠിക്കുന്നു. അതിപ്പോ ഇപ്പൊ സഹായിക്കണ്ടല്ലേ ആ കളപ്പാടം പഠിച്ചതിന്റെ പവർ. അന്നൊക്കെ മണിച്ചേട്ടനായിട്ട് നല്ല രസമുള്ള ഒരു പാടത്തിൽ കൂടെ പോകുമ്പോ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ബാക്കി പറയാൻ പിന്നെ കൊറേ കൂട്ടുകാര് തന്നെ പറയാൻ പറ്റുന്ന ഇവര് ഒരുപാട് പേരില്ലേ, സീനിയേഴ്സ് ഉണ്ട് അല്ലെ, കൂടെ വന്നവരുണ്ട്. ഇപ്പം അവര് പലരും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പം സജീവല്ലാത്ത ജനാർദ്ദനൻ സാറ് പോലുള്ള ആ സ്പേസ് ബ്ലാങ്ക് ആണോ, അല്ലെങ്കിൽ ഇവരെ പോലുള്ളവരൊക്കെ അങ്ങോട്ട് വന്നു എന്നാണോ? അത് പിന്നെ അതൊന്നും നമ്മള് ഈ ഒരു യാത്രയിലേക്ക് നമ്മൾ ഈ പോകിന് ഓർക്കൂല. കൂടെ കൂടുന്നു, ചർച്ച ചെയ്യുന്നു, വേറൊരാൾ കൂടെ കയറുന്നു, അപ്പം മറ്റേ ആൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അതങ്ങനെ മാറിപ്പോകും. പക്ഷെ എപ്പോഴെങ്കിലും ഇദ്ദേഹം പറയുന്ന കാര്യം ഓർക്കുമ്പോൾ വലിയ വിഷമാവും. ഓരോന്ന് ശീലിച്ച് വെച്ച ഒരു താളമുണ്ട് പരസ്പരം, അത് പെട്ടെന്ന് അങ്ങ് നിന്നിട്ടല്ലേ അടുത്തത് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ തോന്നുന്നു. ഇപ്പം സിനിമകളിൽ സജീവമാവുകയാണ്, അപ്പൊ മറിമായ നമുക്ക് മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സിനിമ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണോ, ഇടവേളകളിൽ മറിമായം ചെയ്യാണോ? കുറെ സിനിമകൾ എനിക്ക് നഷ്ടമാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? കറക്റ്റ് ഉണ്ടാവണം അവിടെ, അത് അങ്ങനെ എന്റെ നിയമം. നമുക്കൊരു 5 ദിവസം 2 ഷെഡ്യൂളായിട്ട് ഇടുമ്പോൾ നമുക്ക് സിനിമ ഇപ്പൊ ലെങ്ത്തിൽ സിനിമ വരും. അപ്പൊ ഈ 5 ദിവസം നമുക്ക് മാറ്റി അങ്ങനെ പറ്റൂല ഇപ്പൊ, കാരണം അത് നമ്മൾ അങ്ങനല്ലേ, ചാനലല്ലേ. അപ്പൊ ചിലപ്പോ ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ സ്ഥിരം എന്താ പറയണ്ട, വേനൽക്കാലത്ത് മഴക്കാലത്ത് എന്തുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ജോലി, നമ്മളൊരു ചെറിയ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ അതൊരു സ്ഥിരം ജോലി പോലെ തന്നെയാണ്. അത് കൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഇപ്പൊ ജീവിതം സാഹചര്യം. പണ്ട് ഇതൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, അല്ല പെയിന്റ് പണി, നാടൻ പണിയൊക്കെ എടുത്തിട്ടുണ്ട്, അല്ല കലോത്സവം, അതൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഇതന്നെയായി. അപ്പൊ ഇത് സജീവം. പണ്ട് ഞാൻ പെയിന്റ് പണി എടുക്കുമ്പോൾ ഏറ്റവും നല്ല പെയിന്റർ ആയിരുന്നു. 10-14 പണിക്കാരുണ്ടായിരുന്നു. 2-3 സൈറ്റിലൊക്കെ പണിയെടുക്കും, ഒന്നും ഉണ്ടാവുകയില്ല, കൂലിപ്പണി ആയിരിക്കും. അവർക്ക് കൊടുത്തിരുമ്പോ കറക്റ്റ് ആയിരിക്കും. പക്ഷെ അതൊരു അഭിമാനം പോലെ ബക്കറ്റ് നോക്കിയിട്ട് ഞാൻ മുമ്പിൽ നടക്കും, മേസ്ത്രിയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് മൈം ചെയ്യുമ്പോൾ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റിൽ സമ്മാനം മേടിച്ച് ഞാനാ. 20 കൊല്ലം തുടർച്ചയായിട്ട് സംസ്ഥാന സ്കൂൾ വ്യവസ്ഥയിൽ ഏറ്റവും നല്ല മൈം ഡയറക്ടർ ആവാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ എല്ലാം ചെയ്യുമ്പോൾ എല്ലാം മറ്റേ റോഡിന്റെ പണി, ടാറിന്റെ പണികളെ ജില്ലനെ കോരി കൊടുക്കുമ്പോൾ ഞാൻ നല്ല പണിക്കാരനായിരുന്നു. ഇതിപ്പോ നന്നായി ചെയ്യണം, ഇടിയും അല്ലേ, മറിമായം ചെയ്യുമ്പോൾ ചാനലിൽ ചെയ്യുമ്പോൾ നന്നാക്കണം, സിനിമ ചെയ്യുമ്പോൾ നന്നാക്കണം, അത് ആഗ്രഹമുണ്ട്. എങ്ങനെ അറിയില്ല, ഒരു യാത്രയിൽ ഇങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ പോട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.